ബിവറേജസ് കോർപ്പറേഷൻ പുതിയതായി വിപണിയിലെത്തിക്കുന്ന ബ്രാൻഡിയുടെ പേര് നിർദ്ദേശിക്കാൻ മത്സരം നടത്തുന്നത് എക്സൈസ് നിയമങ്ങൾക്ക് വിരുദ്ധമായി. ലഹരി വസ്തുക്കളുടെ പരസ്യം എക്സൈസ് നിയമപ്രകാരം നിരോധിച്ചിരിക്കെ പേര് നിശ്ചയിക്കുന്നതിന് തന്നെ പ്രചാരം നൽകുന്നത് മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, എന്തായാലും ഇത്തരത്തിൽ വലിയൊരു പ്രചാരണം, അതായത് ബ്രാൻഡിയുടെ പേര് ജനങ്ങൾക്ക് നിർദ്ദേശിക്കാം, കേൾക്കുമ്പോൾ വലിയ കൗതുകമൊക്കെ തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. കച്ചവടം മെച്ചപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടുള്ള ഏതടവും പയറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? മറ്റ് വിശദാംശങ്ങൾ കൂടി. രാഹി, ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി മത്സരം ഓരോ തവണയും വരുമ്പോൾ അതിൻ്റെ ഭാഗ്യചിഹ്നം അടക്കം അത് നിർദ്ദേശിച്ച് അത് നമ്മൾ വരച്ച് നൽകുന്നതിന് സമ്മാനങ്ങൾ നൽകാറുണ്ട്. അതാ നെഹ്റു ട്രോഫി ജലമേളയുടെ പ്രചരണത്തിന് വേണ്ടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ബിവറേജസ് കോർപ്പറേഷൻ വഴി മലബാർ ഡിസ്റ്റിലറിയിൽ നിന്ന് ഇറക്കുന്ന പുതിയ ബ്രാൻഡിയുടെ പ്രചരണത്തിന് അത്തരം ഒരു പേര് നിർദ്ദേശിച്ചാൽ, അതിന് ഡിസൈൻ നിർദ്ദേശിച്ചാൽ ഒക്കെ 10,000 രൂപ സമ്മാനം നൽകുമെന്ന പ്രചരണത്തിലൂടെ മദ്യത്തിൻ്റെ പ്രചരണമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. ഇതിപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയും ബാക്കി ഏതൊക്കെ വഴിയിൽ ഇതിനൊരു പ്രചരണം നൽകാമോ ആ രീതിയിലെല്ലാം സംസ്ഥാന സർക്കാർ പുതിയതായി ബ്രാൻഡ് ഇറക്കുന്നു എന്നതിന് പ്രചരണം നൽകുന്നു. ഇത് എക്സൈസ് നിയമപ്രകാരം അബ്കാരി ആക്ട് 50H പ്രകാരം ഇത് നടത്താൻ പാടില്ലാത്തതാണ്. ഇതിന് പിഴ ഈടാക്കേണ്ടതാണ്. ആ പിഴ ഈടാക്കേണ്ട സംവിധാനങ്ങൾ തന്നെ ഇതിനുവേണ്ടി ഇത്തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ അത് വലിയ രീതിയിൽ മദ്യ നിയമത്തിന് തന്നെ വിരുദ്ധമായി വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം, ബാറുകൾ അടച്ചുപൂട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. അന്ന് മദ്യ ഉപഭോഗം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് മുക്കിന് ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും എല്ലാം തുറക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ എക്സൈസ് നിയമങ്ങൾ അബ്കാരി ആക്ടിന് വിരുദ്ധമാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ബ്രാൻഡിയുടെ പേര് നിർദ്ദേശിക്കുന്നതിൽ അടക്കം പ്രചരണം ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ മദ്യത്തിന് വേണ്ടിയുള്ള പ്രചരണം സംസ്ഥാന സർക്കാർ തന്നെ നടപ്പാക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യ വിൽപ്പന കുറഞ്ഞതിന് ജീവനക്കാരനെ ശാസിക്കുന്ന അയാളുടെ വിശദീകരണം തേടുന്ന സാഹചര്യമുണ്ടായി. ആ രീതിയിലെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാന വർധനവിൻ്റെ പ്രധാന സ്രോതസ്സായ മദ്യവിൽപ്പന, അതിന് പരമാവധി പ്രചരണം നൽകുക എന്ന നയമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. ഇത് തീർത്തും നിയമവിരുദ്ധമാണ്. ഇത് നിർത്തലാക്കിക്കൊണ്ട് ഇത്തരം പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം എന്നതാണ് മാന്യമായും ഒരു സർക്കാർ ചെയ്യേണ്ടത്. സർക്കാർ തന്നെ നിയമലംഘനം നടത്തുമ്പോൾ പിന്നെ സാധാരണക്കാർക്കെതിരെ ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പരസ്യം ചെയ്യുന്നവർക്കെതിരെ ഒക്കെ പിഴ ഈടാക്കുന്ന നയം. ഇപ്പം നമുക്കറിയാം, ഒരു ബാറിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ മദ്യത്തിന് നൽകുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ബ്രാൻഡിൻ്റെ പ്രചരണം നടപ്പാക്കുക, ഇതെല്ലാം ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഇറക്കുന്ന മദ്യത്തിൻ്റെയും ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് ചട്ടവിരുദ്ധമാണ്. ഇത് ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് എന്നതാണ് അബ്കാരി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. രാഹി, ശരി സുധീഷ്, എന്തായാലും സർക്കാരിന്റെ പ്രഖ്യാപിത നയം എന്താണ് എന്ന് ചോദിച്ചാൽ പറയും മദ്യവർജനമെന്ന്. പക്ഷേ ഈ കച്ചവടം എങ്ങനെ പൊടിപ്പിക്കണം, എങ്ങനെ കാശ് പെട്ടിയിലാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഏത് നാണം കെട്ട കളിക്ക് നമ്മുടെ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. പറഞ്ഞത് LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന്. അങ്ങനെ ശരിയാക്കി നാടിനെ ഒരു പരുവത്തിലാക്കി എന്നുള്ളതാണ്.